ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഒരുവിധം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് പിന്നെ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾക്ക്? ഞാൻ പിന്നെ 2 മാസത്തോളം ആയിരുന്നല്ലോ ജോലിക്ക് പോയിട്ട്. ജോലിക്ക് പോവാതെ ഞങ്ങൾ വീട്ടിൽ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. എല്ലാം നമുക്ക് നടക്കണം. അപ്പം അങ്ങനെ ഇരുന്ന് ഒരു ജോലി വന്നപ്പം ഞാനൊരു ജോലിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ജോലിക്ക് പോയി. അപ്പം മോനും മോൻ കൊണ്ടുവരുമെന്നുള്ള ഒരു വിവരം ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് വരുമെന്നോ ഒന്നും അറിയിച്ചിട്ടില്ലായിരുന്നു. ഇവർ ഇതിനിടയ്ക്ക് വരും എന്നുള്ളൊരിത് പറഞ്ഞതല്ലാതെ ഡേറ്റ് എന്നാണെന്നോ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ജോലിക്ക് കയറി. അപ്പോൾ ഒരു ലീവ് വേക്കൻസിക്കായിട്ട് കയറിയതാണ്. അപ്പം എനിക്ക് 15-ാം തീയതി ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് ശിവരാത്രി വ്രതം പിടിക്കണം. കഴിഞ്ഞ വർഷവും ഞാൻ പിടിച്ചായിരുന്നു. അപ്പോൾ അത് ശിവരാത്രി വ്രതം പിടിക്കാൻ വേണ്ടി എനിക്ക് അന്ന് ശിവരാത്രിയിലന്ന് രാവിലെ ഇറങ്ങിയ ആൾ തിരിച്ച് കയറാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇറങ്ങാനൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും കാണാം ഇന്നലെ മെനിഞ്ഞാന്ന് അണ്ണം വിളിച്ച് പറയുന്നു, മോൻ സൗദിയെ റിയാദ് എയർപോർട്ടിൽ നിന്നും കൊണ്ട് മോൻ വിളിക്കുന്നു, അവർ നാട്ടിൽ വരാനായിട്ട് എയർപോർട്ടിൽ ഇരിക്കുന്നു എന്ന്. എനിക്ക് എന്ത് പറയണം എന്നുള്ള ഒരു ഞാൻ കയറിയിട്ട് 2 ദിവസമാകും. വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ ഞാനവിടെ കയറിയിട്ട്. എങ്ങനെ ഞാൻ സാറിനോട് വിളിച്ച് പറയും എന്നുള്ള ഒരു ഇതായിപ്പോയി. എന്ത് പറയും എന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഇതായതപ്പം എനിക്ക് സാറിനെ വഴക്കുറയോ എന്നുള്ളൊരു പേടിയും. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇറങ്ങേണ്ടി വരുന്നെങ്കിലോ എന്ന് വിചാരിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചിവിടെ ഉള്ളത് കൊണ്ട് അവളെ ഞാനൊന്ന് പറഞ്ഞൊക്കെ ഇതാക്കിയിട്ടാണ് പോയത്. 10 ദിവസത്തിനിടയ്ക്ക് വെച്ച് ചിലപ്പോൾ ഇനി വരെ അങ്ങനെയുള്ള ഒരിത് വരുന്നു. 5 ദിവസത്തെ ലീവിന് ഡെലിവറിക്ക് മരുമോളെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഒരു വിവരം മുന്നേ മരുമോൾ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണെന്നുള്ള ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ജോലിക്ക് അങ്ങനെ പോവാതിരിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പം അവിടെ ചെന്ന് ഡോക്ടർ അമ്മയാണ്. അപ്പം ഡോക്ടർക്ക് എന്നെ ഭയങ്കര ഒരു വിഷമമായിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയപ്പോൾ ഡോക്ടർക്ക് അതങ്ങ് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഞങ്ങളൊരു വീട്ടിൽ ചെന്ന് ഞങ്ങൾ അടുത്ത് ഇതായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പം അവർക്കും ഒരു വിഷമമാണ്. നമ്മളടുത്തൊരു ഒരു ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മൾ. ആ വീട്ടിലെന്ന് പറഞ്ഞാൽ ഡോക്ടർ അടുത്ത വീട്ടിലാണ്. ഡോക്ടർ അമ്മയും ഞാനും മാത്രമേ ആ വീട്ടിൽ കാണൂ. അപ്പം ആ വീട്ടിൽ നമ്മൾ അത്രയും നല്ല ഒരു കുടുംബം പോലെ, സ്വന്തം വീട് പോലെ നമ്മൾ നോക്കി ആ കുടുംബമായിട്ട് അത്രയും നല്ലൊരു ഇതായിട്ട് അറ്റാച്ച്ഡായിട്ട് പോകുന്നൊരു കുടുംബം ആയി വരും നമ്മൾ പിന്നെ. അപ്പോൾ അവിടെ നിന്ന് അവൾ വിളിക്കുകയും പറയുകയും അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിട്ട് വന്നതാണ്. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പോൾ ഇനിയിപ്പം മോയിപ്പം ശിവരാത്രി കഴിഞ്ഞ് പോവും. അതും അത്ര ദിവസമേ അവന് ഉള്ളു ലീവ്. പിന്നെ മോൻ വരും. മോളെ പ്രസവം കഴിഞ്ഞിട്ട് വരും. മോളെ പ്രസവ ശരണിട്ട് മോൻ്റെ വെക്കേഷൻ സമയമാണ്. മോൻ്റെ കുഞ്ഞിൻ്റെ വെക്കേഷൻ സമയത്താണ് മോൻ എപ്രാവശ്യവും ലീവിന് വരുന്നത്. ഫെബ്രുവരി മാസം ഏപ്രിൽ മാസം അപ്പോഴായിരിക്കും മോൻ വരുന്നത് മിക്കവാറും. അപ്പം നമ്മളവിടുത്തെ അമ്പലത്തിലെ ഉത്സവ സമയത്ത് കഴിഞ്ഞതിനുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു. മോൻ ഒന്നും മുന്നേ പറഞ്ഞ് അറിയുന്നൊരു പതിവില്ല. ഞങ്ങളങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാറുമില്ല. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, പറഞ്ഞില്ലേ എന്നുള്ള ഒരു ഇതായി. എന്നാലും എനിക്കങ്ങ് വിഷമമായി. കാര്യം ഒരു ബാഗിൽ 10 ദിവസത്തെ സാധനമെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇട്ടുകൊണ്ട് നിൽക്കാനുള്ള തുണികൾ, പിന്നെ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഡ്രസ്സുകൾ, തോറത്ത്, സോപ്പ്, ചീപ്പ്, കണ്ണാടി, പിന്നെ പല്ല് തേക്കാൻ പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഞാൻ ചോറ് കഴിക്കാനുള്ള പ്ലേറ്റ്, വെള്ളം കുടിക്കാനുള്ള ഒരു കപ്പ്, എല്ലാ സാധനവും ഞാൻ കൊണ്ടുപോകും. ഞാൻ ഒരു വീട്ടിൽ പോയാലും ഞാൻ ആരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കാറില്ല. എല്ലാ സാധനവും ഞാൻ കൊണ്ടുപോകും.
അതുപോലെ തന്നെ എത്ര നല്ല രീതിക്ക് ഇപ്പം ഞാൻ ചെന്ന വീട്ടിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ മേടിച്ച് തരും. പിന്നെ അവിടെ മീനും മുട്ട ഇറച്ചിയൊന്നും ആ അമ്മയ്ക്ക് കൊടുക്കില്ല. അമ്മക്ക് എന്ത് വേണമെങ്കിലും മീനൊക്കെ മേടിച്ച് കറി വയ്ക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും മേടിപ്പിച്ചിട്ടില്ല. ഞാനുള്ളത് കൊണ്ട്, കാര്യം ചോറ് തന്നെ തടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശകല ചോറ് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിക്കാം എന്നുള്ളൊരു രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഒരു സമയമൊക്കെ ആയപ്പോൾ വിശന്നു, പക്ഷെ എന്നാലും അങ്ങനെയാണ് എൻ്റെ രീതി. എല്ലാ ഇതിലും തരണം ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പം പൈസയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ആ പോയിറങ്ങി അവളെൻ്റെ കൂടെ പറഞ്ഞു, എന്ത് സാധനം വേണമെങ്കിലും ഇതാ തൊട്ട് മേലെ കടയുണ്ട്, മറ്റേ അത് നമ്മളെ ഡയപ്പർ മാറ്റുന്നത് അതെല്ലാം കൊണ്ടുവന്ന് അവരെ ഹോസ്പിറ്റലാണ് മേല്, ഡോക്ടറെ ഹോസ്പിറ്റൽ തന്നെയാണ്. അവിടെ കൊണ്ട് ഞങ്ങൾ ഇടാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ ആ കടയിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങിക്കാം. പക്ഷെ ഞാൻ ഒരു രൂപയുടെ സാധനവും വാങ്ങിച്ചില്ല. പൈസ അതുപോലെ അവിടെ തന്നെ ഇട്ടു. എൻ്റെ സ്വഭാവ രീതി അങ്ങനെയാണ്. അപ്പം ഞാൻ വന്നപ്പം മോനും മരുമോളും കൊച്ചും എല്ലാവരും ഇവിടെ ഉണ്ട്. അങ്ങ് ഭയങ്കര ഒരു സന്തോഷമായി. കാര്യം എനിക്ക് മരുമോളെ ഗർഭിണിയായിട്ട് കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം മരുമോൾ ഗർഭിണിയായിരുന്നപ്പോൾ ഗൾഫിൽ നമുക്ക് പെട്ടെന്ന് ഇത് സുഖമില്ലാതെ അവിടെ തന്നെ ഗൾഫിൽ തന്നെ പ്രസവം നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവൾ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു ഇതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടും പിന്നെ മോനെ ഒരു വർഷം കൂടി പറഞ്ഞ കണക്ക് എൻ്റെ അവരെ കാണാൻ പറ്റുന്ന ഇതെന്ന് പറഞ്ഞാൽ എത്രയായാലും നമ്മുടെ മനസ്സിൽ ആ ഒരു രംഗമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഓടിയെത്തി അവരെ കാണുന്നതല്ലേ നമ്മുടെ മനസ്സിലെ വരുത്. അപ്പം ഞാൻ സാറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ ഒരാളാക്കി തന്നു എല്ലാത്തിനും. പക്ഷേ വന്ന പെണ്ണ് ഇത്തിരി താമസിച്ചു. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പം മണി 12:15 ഇനി വീട്ടിലെത്തിയപ്പം 3 മണിയോളം ആയി. അങ്ങനെയൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സമയത്ത് ആളിനെ കിട്ടാനും എനിക്ക് ഇറങ്ങാനും വന്ന് എനിക്ക് മോനെയും മരുമോളെയും കൊച്ചിനെയൊക്കെ കണ്ടപ്പം വളരെ സന്തോഷമായി. മരുമോ ഇപ്പം വന്ന് നിന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. മരുമോനും ഇപ്പം വന്ന് നിന്നിട്ട് വലിയ ഒരു നല്ലൊരു സന്തോഷത്തിലാണ് നിന്ന സമയം. അവർ മരുമോനായാലും മോക്കായാലും അവർക്ക് നല്ല സന്തോഷമായിട്ടൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനും എടുക്കാനും ഒക്കെ പറ്റി നല്ല സന്തോഷത്തിലാണ് അവർ പോയത്. അപ്പം മോളിഞ്ഞ് വന്നു. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പം മോനെയും മരുമോളെയൊക്കെ കണ്ടപ്പം അതും നല്ലൊരു സന്തോഷം ആയിരുന്നു. അങ്ങനെ ഇന്നിപ്പം മരുമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. മോൾ പ്രസവത്തിന് പോകുന്നത് അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ്. അപ്പം നാട്ടിൽ വന്നിട്ട് പിന്നെ എല്ലാ ചെക്കപ്പും സ്കാനിങ്ങും എല്ലാം ഇനി ഒന്നേന്ന് അവിടെ എല്ലാം ചെയ്യുകയല്ലോ. അവൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പം പ്രസവം കഴിഞ്ഞ് ലീവ് ഉള്ളതനുസരിച്ചാണ് അവൾ തിരിച്ചു പോകാനായിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എന്നിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ട്. അപ്പോൾ അവിടെ ഞാൻ നോക്കാൻ പോയ അമ്മയെന്ന് പറഞ്ഞാൽ ഡോക്ടർ അമ്മയാണെങ്കിലും അമ്മ ഒരു കാലും കൈയും കാലൊക്കെ അനക്കും എന്നല്ലാതെ ഈ കൈ രണ്ടും വിരലിങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അല്ലാതെ അമ്മയ്ക്കൊരു ഒന്നിനും സംസാരിക്കുകയോ ഒന്നുമില്ല. അപ്പം നമുക്ക് നല്ല കനവും ഇതൊക്കെ നല്ല വെയിറ്റൊക്കെ ഉള്ള അമ്മയാണ്. അപ്പോൾ അമ്മയെ നമ്മളൊരു സൈഡ് ചരിച്ച് കിടത്തിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുന്നതും നമ്മൾ എന്ത് ആഹാരം ഇതാക്കിയാലും അത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് 2 പ്രാവശ്യം നല്ലതുപോലെ അരച്ച് ഒരു തരി പോലും ഇല്ലാതെ ആക്കിയതിന് ശേഷം ആദ്യം അമ്മയ്ക്ക് 2 കവിള് ചൂടുവെള്ളം ഒഴിച്ച് വായിൽ ചെറു ചൂടുവെള്ളം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ഫുഡ് കൊടുക്കുന്നത്. നല്ലതുപോലെ നൈസായിട്ട് അരച്ച് 2 പ്രാവശ്യം അരിപ്പിൽ അരച്ചിട്ട് തൊണ്ടയിലൊന്നും കുരുങ്ങാതെ തൊണ്ടയിലൊന്നും തട്ടാനുള്ളൊരിത് കൊടുക്കാതെ അത്രയ്ക്ക് നമ്മൾ കെയർ ചെയ്താണ് നമ്മളത് നോക്കുന്നത്. അങ്ങനെയൊക്കെ നല്ല ഒരിതായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തിരികെ വരേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ 15-ാം തീയതി ഞാൻ തിരിച്ചിറങ്ങാതിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ 5 ദിവസത്തേക്കൊരു പെണ്ണിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു പെണ്ണുണ്ട്. അപ്പം സാർ എൻ്റെ അടുത്ത് തന്നെ വീണ്ടും കയറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ സ്ഥിരമായിട്ട് നിന്നൊരു പെൺകുട്ടി അതിന് സുഖമില്ലാതെ പോയിരിക്കുകയാണ്. അപ്പോൾ സുഖമായിട്ട് അവൾ വരികയാണെങ്കിൽ അവളെ കയറാനുള്ള ഒരിത്
മാഡത്തിനോട് മാഡം പാവം ഈ പറഞ്ഞ കണക്ക് സാറ് എൻ്റെ അടുത്ത് കയറണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന ചെയ്യും. കയറുകളല്ലെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അങ്ങനെ മക്കൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല, അവരെത്തും. അപ്പോൾ ഇതേ ഞാൻ ഇട്ടിരിക്കുന്ന പുതിയ നൈറ്റിയാണ്. ഇങ്ങനെയുണ്ട്, എൻ്റെ മക്കൾ കൊണ്ടുതന്ന നൈറ്റിയാണ് കേട്ടോ. കൊള്ളാമോ? നല്ല സൂപ്പർ നൈറ്റി അല്ലേ? കൊള്ളാമോ? അപ്പം എനിക്ക് വാച്ച് കൊണ്ടു തന്നു. ഒത്തിരി വാച്ചും എനിക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് മോൻ കൊണ്ടു തന്നു. മോനും മരുമോളും എപ്പോഴും മോൻ എൻ്റെ മക്കളെല്ലാം എനിക്ക് കൊണ്ടു തന്നു. എല്ലാ സാധനങ്ങളും എനിക്ക് കൊണ്ടു തന്നു. എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ മക്കൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങൾ. എൻ്റെ കുട്ടൂസ് മോന് ഒരു മൂടലിച്ചിൽ ഭയങ്കര ക്ഷീണം എൻ്റെ മോന്. അങ്ങനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോന് ട്രിപ്പ് ഇട്ടു, മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ ഇപ്പം മോന് ക്ഷീണം കുറവുണ്ട്. അത് മോൻ എന്തോ ഒരു ഫുഡ് വയറ്റിന് പിടിക്കാതെ ഉള്ളൊരിതാ. അങ്ങനെ എന്തോ ഫുഡിൽ നിന്ന് വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് അവൻ ഫുഡ് അവൻ അങ്ങനെ കഴിക്കുന്നില്ല. എന്തായാലും ഇന്ന് മോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ കുറവുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിശേഷങ്ങൾ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുട്ടൂസ് മോനെ കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോ വയ്ക്കാം. എൻ്റെ കുട്ടൂസ് മോൻ പാഞ്ഞു വരുന്നു. കുട്ടൂസ് മോൻ കുളിച്ച് കുട്ടപ്പനായി വന്നു. എൻ്റെ മോൻ്റെ ക്ഷീണമൊക്കെ മാറി, കുളിച്ചു കുട്ടപ്പനായി. ട്രിപ്പൊക്കെ കൊടുത്തപ്പം എൻ്റെ മോൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറി. ഒരു പാട്ടങ്ങ് പാടി കേൾക്കളെ. ഒരു പാട്ടങ്ങ് പാടിയേ. മക്കളറിയാവുന്നൊരു പാട്ടങ്ങ് പാടിയേ. പല്ല് കാണിക്കായി ഒരു പാട്ടങ്ങ് പാടിയേ. സ്കൂളിൽ പഠിപ്പിക്കുന്ന घर से निकले रंग कसार पूरब से पश्चिम को आए उत्तर से दक्षिण को काम जब कर वो आए मम्मी को एक किलिया के बच्चे സൗണ്ട് ഇല്ല. ഒരു ടാറ്റ പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ഞാൻ അടുത്ത നല്ല വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ, ബൈ.